കുറെ നാളായിട്ട് വിചാരിക്കുന്നു കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണം. അതിന്റെ സമയം സന്ദർഭമൊക്കെ ഒത്തുവന്നത് ഇന്നാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബോടെ ചെന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റിക്കേഴ്സ്, വേറെ സ്റ്റിക്കേഴ്സ് അല്ല, കവായ് സ്റ്റിക്കേഴ്സ്. നമുക്ക് ഇതുപോലത്തെ പിക്ചേഴ്സ് ഒക്കെ പിൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ലല്ലോ. പിൻട്രസ്റ്റ് കയറുക, കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതുപോലെ A4 ഷീറ്റിൽ ഒന്ന് വരച്ചെടുക്കും. വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാന്നേ. സാധാരണ ഞാനും അങ്ങനെയാണ് ചെയ്യാറ്, പക്ഷെ ഇന്ന് എന്തോ നല്ല മൂടാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടങ്ങ് വരച്ചെടുത്തു. സത്യത്തിൽ ഞാൻ ഹാഫ് ഷീറ്റ് മാത്രമേ സ്റ്റിക്കേഴ്സ് വരയ്ക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് അവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വരച്ച് തോര കൂടിയപ്പോഴത്തേന് ഫുള്ളായിട്ട് ഞാനങ്ങ് വരച്ചു. പിന്നുള്ള ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റിക്കേഴ്സിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഇച്ചിരി വലിയ ടാസ്ക് ആയിരുന്നു, എന്നാലും സാരല്ല, അതും ഞാൻ ഒന്ന് എൻജോയ് ചെയ്തു. അപ്പൊ നമ്മുടെ പരിപാടി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് ഫെവി സ്റ്റിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കവായ് സ്റ്റിക്കേഴ്സ് എന്നുള്ള ഒരു ബോർഡും കൂടെ തൂക്കിയപ്പോഴത്തേനും പിന്നെ പറയാൻ എനിക്കാണെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട.